ശരിക്കും കഴിഞ്ഞ ദിവസം ഒരു രാജവെമ്പാലയെ റെസ്ക്യൂ ചെയ്യാൻ ഒരു അവസരം ലഭിച്ചു. വേറൊരു സ്ഥലത്ത് വേറൊരു റെസ്ക്യൂ ആയിട്ട് നിൽക്കുമ്പോഴാണ് അഞ്ചുമരുതും മൂട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ജനവാസ മേഖലയിലാണ്. രാജവെമ്പാലയുടെ സൈസ് എത്രയാണെന്നൊന്നും നമ്മൾ വിളിച്ചു പറയുമ്പോൾ അറിയാൻ പാടില്ലായിരുന്നു. ശരിക്കും ഭയങ്കര നല്ല സൈസുള്ള വലിയൊരു രാജവെമ്പാലയായിരുന്നു. ബൈറ്റ് നമുക്ക് അധികം ഇല്ല, റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും രാജവെമ്പാല കടിച്ചു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റിനുള്ളിൽ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്കത് ആൻറ്റിവെനം ഇല്ല, ഇന്ത്യയിൽ പോലും അതിൻ്റെ ആൻറ്റിവെനം ഇല്ല. രാജവെമ്പാല കടിച്ചു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. അപ്പോൾ അത്രയും ഒരു ഭയം അവിടെ നിൽക്കുന്ന ആൾക്കാർക്കുണ്ട്. കാരണം ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് റെസ്ക്യൂ ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പോൾ പിന്നെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് മാറ്റുന്നത് വരെ ഒരു ഭയം ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു ആൾക്കാർക്ക്. ഇങ്ങനെ 1-2 റെസ്ക്യൂ വന്നപ്പം ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് തരാതെ പുരുഷന്മാരെ വിളിച്ച് റെസ്ക്യൂ ചെയ്യിച്ചിട്ടുണ്ട്. അതിലെനിക്ക് ഞാൻ ഒരുപാട് മനസ്സ് വിഷമിച്ചിട്ടുള്ള 1-2 അവസരം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അതിനെ റെസ്ക്യൂ ചെയ്യണമെന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഓടി പോകുന്നത് പോലും. നമുക്ക് പേടിയുണ്ടെങ്കിൽ ഒരിക്കലും റെസ്ക്യൂ പറ്റില്ല. നമ്മൾ അത്രയും കാം ആയിരിക്കണം, കൂളായിരിക്കണം. എൻ്റെ റെസ്ക്യൂവിൽ അധികം ഞാൻ ആരെയും കൂടെ അങ്ങനെ നിർത്താറില്ല. കാരണം എൻ്റെ മൈൻഡ് സെറ്റിനനുസരിച്ച് എനിക്ക് മൂവ് ചെയ്യണം, ആ പാമ്പിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കണം. അപ്പോൾ അത് വേറൊരാളും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ അയാളെ കൊണ്ട് പറഞ്ഞും കൂടി അത് ചെയ്യിക്കണം. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇത് വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ തന്നെ പാമ്പിനോട് സംസാരിച്ച് ഞങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയാണ് ശരിക്കും വിളിച്ചുകൊണ്ട് പോകുന്നത്. മറ്റു പാമ്പുകളെ പോലെ അത്രമാത്രം അഗ്രസീവായിട്ടുള്ള ഒരു പാമ്പല്ല രാജവെമ്പാല. കുറച്ച് ഷൈ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിങ്ങനെ ഉൾവനത്തിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ അധികം താല്പര്യപ്പെടാത്ത പാമ്പാണ്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ പരിസ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങളോ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളോ ഒക്കെ ആയിരിക്കണം ഒരുപക്ഷെ രാജവെമ്പാലകളെ പുറത്ത് കാണുന്നുണ്ട്. രാജവെമ്പാല എന്ന് പറയുന്നത് ശരിക്കും മറ്റു പാമ്പുകളെയാണ് ഭക്ഷിക്കുന്നത്. മൂർഖൻ പാമ്പിനെയൊക്കെയാണ് രാജവെമ്പാല കഴിക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന പാമ്പുകളിൽ ഒന്നാണ് രാജവെമ്പാല എന്ന് പറയുന്നത്. നമ്മുടെ ദേശീയ ഉരകമാണ്, ഉരകങ്ങളുടെ കിങ് ആണ് രാജവെമ്പാല എന്ന് പറയുന്നത്. അത് ഇത്രയും പുറത്ത് വന്ന് കിടക്കുമ്പോൾ അത് റെസ്ക്യൂ ചെയ്ത് അതിനെ ഉള്ളിലേക്ക് കൊണ്ടുവിടേണ്ടത് വനംവകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്. അതാണ് നമ്മൾ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുള്ളത്. നേക്കഡ് ഹാൻഡ്സ് ആണ് ഞാൻ കംഫർട്ട്. കാരണം ഗ്ലൗസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിക്കൊന്നും നമ്മുടെ കയ്യിൽ അത്രയും ടൈറ്റായിട്ട് പിടിക്കാൻ നമുക്ക് പറ്റൂല. കാരണം ഈ പാമ്പെന്ന് പറയുന്നത് എന്നെക്കാളും വെയിറ്റുള്ള പാമ്പുകളുണ്ട്. പൈത്തണൊക്കെ ഞാൻ 55-60 കിലോയുള്ള പാമ്പുകളെയൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. ഞാൻ ഒരു ജീവിയെയും ഗ്ലൗസ് ഇട്ട് അങ്ങനെ എടുത്തിട്ടില്ല. ഞാൻ അതിൽ ഓക്കെ അല്ല. അതുകൊണ്ടാണ് ബൈറ്റ് ഉണ്ടാവാതിരിക്കാൻ ഷൂ ഇടാറുണ്ട്. പിന്നെ മുട്ടുവരെയുള്ള ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് നടക്കാനൊക്കെ ചിലപ്പോൾ പാടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ആദ്യം മുതലേ ഇതിട്ട് ശീലിച്ച് കുറേ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ആവുമായിരിക്കും. പക്ഷെ നമ്മൾ ഇതുവരെ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു ഇത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ സേഫാണെന്ന് എനിക്ക് പൂർണ്ണമായും ബോധ്യം ആണെങ്കിൽ മാത്രമാണ് നമ്മൾ പലരും പറയുന്നുണ്ട് അത്രയും അടുത്തു പോയി നിൽക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം നമ്മുടെ കയ്യിൽ ആ ഹുക്കുണ്ട്. നമുക്ക് വനംവകുപ്പ് തന്നിരിക്കുന്ന ഒരു സ്റ്റിക്ക് നമ്മുടെ കയ്യിലുണ്ട്. അത് വെച്ച് തന്നെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അത് തന്നെയാണ് ഏറ്റവും സുരക്ഷ എന്ന് പറയുന്നത്. പൊതുവെ പാമ്പുകളെല്ലാം സ്റ്റിഫാണ്. നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ ചർക്കി പോകുമെന്ന് തോന്നുന്നതാണ്. ഇപ്പോൾ രാജവെമ്പാലയൊക്കെ നല്ല പുറത്ത് പിടിക്കുമ്പോൾ അങ്ങനെ ഒരു വഴുക്കലോ ഒന്നുമില്ല, വളരെ സ്റ്റിഫായിട്ടുള്ളതാണ്. മൂർഖൻ പാമ്പ് അങ്ങനെയാണ് എനിക്കറിയാം. അണലിയുടേത് ഭയങ്കര ഒരു റഫായിട്ടുള്ള ബോഡിയാണ്. പൈത്തൺ കുറച്ച് വഴുകി പോവാറുണ്ട്. ആ ബോഡി ഒരു സ്റ്റിഫാണ്, എന്നാലും നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ചർക്കി പോവാറുണ്ട്. 119 പൈത്തൺ മാത്രം ഞാൻ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. പെരുമ്പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്നത് ഇച്ചിരി ഇതാണ്. പറഞ്ഞാൽ വെയിറ്റാണ്, ഭയങ്കര വെയിറ്റാണ്. വിഷമില്ല, വെനമസ് അല്ല. പക്ഷെ അത് നമ്മളെ നല്ലവണ്ണം കടിച്ചു പറിച്ചെടുക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ഇപ്പോൾ നാട്ടുമ്പുറത്ത് ഒത്തിരി വരുന്നുണ്ട് പെരുമ്പാമ്പ്. ഫുഡ് നല്ലവണ്ണം നാട്ടുമ്പുറത്ത് നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് പെരുമ്പാമ്പുകൾ കൂടുതലും നാട്ടുമ്പുറത്ത് തന്നെ ശരിക്കും തങ്ങുന്നതെന്നാണ് നമ്മൾ കൂടുതലും മനസ്സിലാക്കിയിട്ടുള്ളത്. 2017 വനിതകളുടെ ബീറ്റ് ഓഫീസർ ബാച്ചിലാണ് ഞാൻ ആദ്യമായിട്ട് വനംവകുപ്പിൽ വരുന്നത്. അതിനു മുമ്പ് ഞാൻ തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിൽ അനൗൺസറും ന്യൂസ് റീഡറും ഒക്കെ ആയിരുന്നു. വനംവകുപ്പിൽ വന്നതിന് ശേഷമാണ് ശാസ്ത്രീയമായി പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്ന ഒരു ട്രെയിനിങ് കൊടുക്കുന്നു എന്ന് അറിഞ്ഞത്. 19 ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത്. 21 ഞാൻ റാപ്പിഡ് റെസ്പോൺസ് ടീം എന്ന് പറയുന്ന നമ്മുടെ തന്നെ വനംവകുപ്പിൻ്റെ തന്നെ റാപ്പിഡ് റെസ്പോൺസ് ടീം എന്ന് പറയുന്ന ഒരു വിങ്ങാണ്. അത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സർക്കാർ രൂപീകരിച്ചിട്ടുള്ളതാണ് വനംവകുപ്പ്.
അതിൽ വന്യജീവികൾ പുറത്തു വരുന്നതിനെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് വനത്തിനുള്ളിലേക്ക് കൊണ്ടുവിടുന്നു. ഞാനിപ്പോൾ ആ ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. പാമ്പ് മാത്രമല്ല, മരപ്പെട്ടി, മുള്ളമ്പന്നി, മാന്, മയില്, മൂങ്ങ, കുരങ്ങ് തുടങ്ങി അത്യാവശ്യം എല്ലാ വന്യജീവികളും നമുക്കിപ്പോൾ നാട്ടുമ്പുറത്ത് ഇറങ്ങുന്നുണ്ട്. ഇവരെല്ലാം നമ്മൾ വളരെ സേഫായിട്ട് തിരിച്ച് റെസ്ക്യൂ ചെയ്ത് വനത്തിനുള്ളിൽ വിടുന്നുണ്ട്. വന്യജീവികളെന്ന് പറയുന്നത് ശരിക്കും എന്താണ്, നമ്മളെ മനുഷ്യർക്ക് ഭൂമിയിൽ ജീവിക്കാൻ എത്രത്തോളം അനുവാദമുണ്ടോ അല്ലെങ്കിൽ അവകാശമുണ്ടോ അതുപോലെ തന്നെയാണ് ഈ ജീവികൾക്ക് ഓരോന്നിനും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് അവരെ സേഫാക്കി തിരിച്ച് വനത്തിനുള്ളിൽ വിടുക എന്നുള്ളത് ഞങ്ങളുടെയും നിങ്ങളുടെയും എല്ലാവരുടെയും ദൗത്യമാണ്. അതിൽ എല്ലാവരുടെയും സഹകരണം ശരിക്കും ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പേടിയില്ല. പേടി നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലും ചിലപ്പോൾ ഇച്ചിരി പേടി കാണുമായിരിക്കണം, അത് സ്വാഭാവികമാണ്. പക്ഷേ റെസ്ക്യൂ ചെയ്യാൻ പോകുമ്പോൾ പേടി തോന്നാറില്ല. അങ്ങനെ പേടി തോന്നിയാൽ നമുക്ക് ഒരിക്കലും റെസ്ക്യൂ ചെയ്യാൻ പറ്റില്ല. ഒരു റെസ്ക്യൂ എന്ന് കേട്ടാൽ നമ്മളങ്ങ് ചാടി പുറപ്പെടുകയാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് എൻ്റെ ജോലി. ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് വളരെ മനസ്സുകൊണ്ട് എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഒരു ജീവിയെയും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഇതുവരെ ഉപദ്രവിക്കുകയോ അതിന് ഒരു പോറൽ പോലും ഏൽക്കുന്ന രീതിയിലുള്ള ഒരു റെസ്ക്യൂ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഭയങ്കരമായിട്ടൊന്നും ഒരു പാമ്പ് ഇതുവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് വെനമസ്, നോൺ വെനമസ് സ്നേക്സിനെയൊക്കെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ ചേര, നമ്മുടെ റാറ്റ് സ്നേക്കാണ് കുറച്ച് ശരിക്കും പറഞ്ഞ പാടെന്ന് പറയുന്നത്. നോൺ വെനമസ് ആണ് എങ്കിലും പുള്ളി ഇങ്ങനെ ഭയങ്കര ഒരു വെപ്രാളം പിടിച്ച പാമ്പാണ്. അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ അതിന് ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടു പോകാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് അതിനെ റെസ്ക്യൂ ചെയ്യാനായിട്ട്. അതിങ്ങനെ ചാടിക്കടിക്കും, നമ്മുടെ മുഖത്തൊക്കെ ചാടിക്കടിക്കാനൊക്കെ ഉള്ള സാഹചര്യം വളരെ കൂടുതലാണ്. പിന്നെ അണലി കുറച്ച് ഡേഞ്ചറാണ്. അണലി ഇങ്ങനെ നമ്മൾ വാലിനടുത്ത് നിന്നാലും 360 ഡിഗ്രിയിൽ അതിനെ തിരിഞ്ഞു വന്ന് കടിക്കാനുള്ള കഴിവുണ്ട്. അത് എണീറ്റ് കടിക്കാനുള്ള ഒരു കഴിവുണ്ട്. അങ്ങനെ കുറച്ച് ഡേഞ്ചറായിട്ടുള്ളൊരു പാമ്പ് അണലിയാണ്. മൂർഖൻ കുഴപ്പമില്ല. മൂർഖനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മൂർഖനെയാണ്. പത്തിയെടുത്ത് നിൽക്കുന്ന മൂർഖനെ കാണാൻ ശരിക്കും നല്ല ഭംഗി കൂടിയാണ്. ക്രേറ്റും അതുപോലെയാണ്, ഹൈലി വെനമസ് ആയിട്ടുള്ള പാമ്പാണ്. ഹസ്ബൻഡ് 2 ആൺമക്കൾ ആണുള്ളത്. എന്നോട് പാമ്പിനെ എടുക്കാൻ പോകരുതെന്നോ രാത്രി ആയാലും പകലായാലും പോകരുതെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. പിന്നെ മക്കളിപ്പോൾ വലുതായി വന്നപ്പോൾ പറയാറുണ്ട്, വേറെ ആരും ഇല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. രാത്രി മീൻസ് ഞാൻ 1 മണിക്കും 2 മണിക്കും ഒക്കെയാണ് എണീറ്റ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പറയും, വേറെ ആരും ഇല്ലേ അമ്മ പോകണ്ട എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ കേൾക്കൂല. അതുകൊണ്ട് കൂടുതൽ അങ്ങനെ റെസ്ട്രിക്ഷനൊന്നും എനിക്കിതുവരെ ഇല്ല. നല്ല സപ്പോർട്ടാണ്. എൻ്റെ ഹസ്ബൻഡ് വളരെ സപ്പോർട്ടാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളിലും എന്നെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഹസ്ബൻഡും ഫാമിലിയുമാണ്. കമൻസ് ഒത്തിരി വന്നു. അതിലേറ്റവും സന്തോഷം ഒരു രാജ് മധേക്കർ എന്ന് പറയുന്നത്, എനിക്ക് അദ്ദേഹത്തിനെ അറിയില്ല. അദ്ദേഹത്തിനോട് വളരെ നന്ദിയുണ്ട്. അദ്ദേഹമാണെന്ന് തോന്നുന്നു ഇത് ട്വിറ്ററിൽ ഷെയർ ചെയ്തത്. പിന്നെ നമ്മുടെ തന്നെ ഒരു റിട്ടയർഡ് IFS ഒരു സാറ് ഇതുപോലെ ഷെയർ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടിട്ടായിരിക്കണം നമ്മൾ ദ ഗോട്ട് എന്ന് പറയുന്ന നമ്മുടെ ലെജൻഡ് സച്ചിൻ ടെണ്ടുൽക്കർ സാർ അത് ഷെയർ ചെയ്തു. എൻ്റെ പേര് പറഞ്ഞിട്ട് ഷെയർ ചെയ്തു. അതിനേക്കാൾ വലിയൊരു അംഗീകാരം, ഒരു അവാർഡ് തന്നാൽ പോലും നമുക്ക് ഒരിക്കലും കിട്ടാനില്ല. കാരണം അദ്ദേഹമൊക്കെ എന്നെ കേരളത്തിലെ ഒരു ചെറിയൊരു നാട്ടിൻപുറത്ത് ഉള്ള ഒരാളായി എന്നെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചതിൽ ഒരുപാട് ഭഗവാനോട് നന്ദി പറയുന്നു. അത് ഒരിക്കലും എൻ്റെ മാത്രം വിജയമല്ല, ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, എൻ്റെ വനം വകുപ്പിൻ്റെ വിജയമാണ്. അതുപോലെ ഒരുപാട് MP ശശി തരൂർ സാർ, PK ശ്രീമതി ടീച്ചർ, ഇങ്ങനെ ഒരുപാട് പേര്, കുറേ പേരൊക്കെ എന്നെ വിളിച്ചിരുന്നു. ഇതുപോലെ ഒരുപാട് പേര് ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്തു. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ 1-2 കമൻറ്റ് വായിച്ചതാണ്. ഷോയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വൈറലാവാൻ വേണ്ടി വീഡിയോ എടുത്ത് കാണിക്കുന്നു എന്നൊക്കെ. ഒരിക്കലും അങ്ങനെയൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്ന കാര്യമല്ല. കാരണം ഒരു രാജവെമ്പാലയെ പിടിച്ച് എൻ്റെ ജീവൻ പണയം വെച്ച് എൻ്റെ മക്കളെയും എൻ്റെ അമ്മയും എൻ്റെ കുടുംബത്തെയും മറന്നുകൊണ്ട് വൈറലാവാൻ വേണ്ടി എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഒരാളും അങ്ങനെ ചെയ്യില്ല. കാരണം വൈറലാവാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും അങ്ങനെയല്ല. എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്തത്. ആ ജീവിയെ സംരക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ കടമയാണ്. അതാണ് ഞാൻ ചെയ്തത്. അതൊരു സ്ത്രീ ആയതുകൊണ്ട്, ഒരു സ്ത്രീ അത് ചെയ്തത് കൊണ്ട് എനിക്കൊരു അംഗീകാരം സമൂഹത്തിൽ നിന്ന് കിട്ടിയതാണ്. അത് ഞാൻ നല്ല മനസ്സോടുകൂടി ഏറ്റുവാങ്ങുന്നുണ്ട്. അതിലെനിക്ക് വളരെ സന്തോഷവുമുണ്ട്. ഞാൻ മനുഷ്യനാണ്, എനിക്ക് ചുറ്റും മനുഷ്യരുണ്ട്, എനിക്ക് ഫാമിലിയുണ്ട്, അവരെല്ലാം മനുഷ്യരാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷേ
എനിക്കും മനുഷ്യരെക്കാൾ കൂടുതൽ ഇഷ്ടം മൃഗങ്ങളോടാണ്. ഒരു ആവശ്യമില്ലാതെ നമ്മളെ ഒരിക്കലും അവർ ഉപദ്രവിക്കില്ല. പക്ഷെ മനുഷ്യരങ്ങനെയല്ല. നമ്മളെ എന്തുവാണ് ഒരു കാര്യമില്ലാതെ ഉപദ്രവിക്കും. റീസൺ ഇല്ലാതെ ഉപദ്രവിക്കാൻ കഴിയുന്നത് മനുഷ്യന് മാത്രമാണ്. മൃഗങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ അവരുടെ ശരീരം വേദന എടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ആഹാരത്തിന് വേണ്ടി ഉപദ്രവിക്കണം. അല്ലാതെ വേറെ ഒരു രീതിയിലും ഒരു മൃഗവും നമ്മളെ ഉപദ്രവിക്കാറില്ല. അവരുടെ മനസ്സിൽ ഒരു ചതിയോ വഞ്ചനയോ ഒന്നുമില്ല. പക്ഷേ മനുഷ്യർ ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ എന്താണ് വെറുതെ പോയാലും നമ്മളെ ഒരു വാക്കിലൂടെ അല്ലെങ്കിൽ ഒരു നോട്ടത്തിലൂടെയെങ്കിലും ഉപദ്രവിക്കാൻ മനുഷ്യന് കഴിയും. അതുകൊണ്ട് തന്നെ മനുഷ്യരെക്കാൾ ഇഷ്ടം മൃഗങ്ങളോടാണ്, അന്നും ഇന്നും.